The German study abroad reality that no one seems to talk about. നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. അത് ഞാൻ 3 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഓക്കെ. Disclaimer. I am not trying to degrade any of your individual choices, but please be aware of these things that I am going to mention, which will save your time and money that I lost. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതാണ്. ഈ അടുത്തൊന്നും നിങ്ങൾ ജർമ്മനി പോകാൻ പോകുന്നില്ല. ഇത് ഹാർഡ് റിയാലിറ്റിയാണ്. അത് അതേപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളണം. എങ്ങനെ പോയാലും 1 to 3 years, maybe 4 years വരെ പോവാം. സോ ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ലാംഗ്വേജിൽ നിന്ന് ഘടകം മിക്കപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റാതെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ B2 അല്ലെ B1 വരെ പാസ്സായ കുട്ടികൾക്ക് പോലും അവിടെ ചെന്നേ പിന്നെ അവിടെയുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ മനസ്സിലാവാണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയ കുറേ പേരുണ്ട്. സോ നിങ്ങൾ നല്ല രീതിക്ക് ഫ്ലുവൻസി ഉണ്ടാക്കാണ്ട് ജർമ്മനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ്സിനാണെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ എക്സാംസ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേറെ തന്നെ ഒരു വലിയ സ്ട്രഗിളാണ്. B2 നിങ്ങൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് B2 എക്സാം എഴുതാൻ പോവുക. അതിന് തന്നെ നിങ്ങൾ 4-5 തവണ ട്രൈ ചെയ്യാം. പേഴ്സണലി ഞാൻ 2 തവണ എഴുതി പാസ്സാകാതെ പോയവന് ഒരുത്തനാണ്. സോ അതിനായിട്ടുള്ള ഫൈനാൻഷ്യലി കുറേ പൈസ ചിലവാക്കി, ഫൈനാൻഷ്യലി കുറച്ച് എന്താ പറയുക അധികം എക്സ്പെൻസസ് വന്നു. അപ്പം നിങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചോണം. 1 to 2 എക്സാംസ് റയർലി ചിലർ ഫുൾ മൊഡ്യൂളൊക്കെ പാസ്സായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പോയ അധികം പേരും 4-5 തവണ എക്സാം എഴുതി പോയവരാണ് ഒരു വലിയൊരു ശതമാനം ആൾക്കാർ. അപ്പം നിങ്ങൾ അത്രയൊരു സമയവും പൈസയും മാറ്റി വെക്കണം. ഓക്കെ. അല്ലാണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തിരിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യമാണ് റേസിസം. അതെല്ലായിടത്തും കോമൺ ആണ് പൊതുവെ ഇന്ത്യൻസിനോടുള്ള. പക്ഷേ ഈ രാജ്യത്തെ കുറച്ച് കൂടുതലാണ്. ലൈക്ക് അവർക്ക് കറി സ്മെല്ലൊന്നും അധികം പറ്റില്ല. സോ അത് നിങ്ങളെപ്പോഴും മൈൻഡിൽ വെച്ചോണ്ട്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഇഷ്യൂ. പിന്നെ ഗായ്സ്, ഒരു ബോണസ് ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒത്തിരി ലോണൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ സപ്പോസ് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സിനൊക്കെയാണ് അങ്ങനെ പോകുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. കാരണം ഇപ്പോൾ അവിടെ പാർട്ട് ടൈം കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ കുറേ ലോണൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ മീൻസ് വീട്ടാൻ കുറച്ച് നല്ല രീതിക്ക് ബുദ്ധിമുട്ടും. സോ അങ്ങനെയുള്ളവർ തൽക്കാലം വേറെ കൺട്രീസ് നോക്കുക. അബ്രോഡ് പോകാൻ അത്രയും നിർബന്ധമുള്ളവർ വേറെ കൺട്രീസ് നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ലാംഗ്വേജ് ബാരിയറെങ്കിലും ഇല്ലാണ്ടിരിക്കും. ഓക്കെ. പിന്നെ അറിയാലോ, ജർമ്മനിയാണ്, അത്യാവശ്യം നല്ല ടാക്സ് ഉണ്ട്. സോ പഠിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ കാശ് വാരി പോകാമെന്ന് വിചാരിക്കുന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് വാരി പോകാൻ പറ്റില്ല. സോ ദാറ്റ്സ് ദ റിയാലിറ്റി. പിന്നെ സാധാരണ വേറെ പല ഷെങ്കൻ കൺട്രീസിലേക്കാണ് വിസ റിജക്ഷൻ കൂടിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ അത് ജർമ്മനിക്ക് അത് കോമണായി വരുന്നുണ്ട്. ഹൗസ് ബിൽഡിംഗ് കോഴ്സസിന് പോകുന്ന കുട്ടികൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വേണം കൊടുക്കുക, അല്ലെങ്കിൽ റിജക്ഷൻ ഉറപ്പായിട്ട് കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ കിട്ടിയതായിട്ട് അറിവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ഏജൻസികളെ ഏൽപ്പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വിസയിൽ വല്ലാത്തൊരു ബാഡ് റിമാർക്കായിരിക്കും. ഓക്കെ. ഇപ്പോൾ ജർമ്മൻ പഠിച്ച് കുറേ കാലങ്ങൾ ഇങ്ങനെ പോയി ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആവശ്യമുള്ളവർ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ ഉള്ള കൺട്രി എന്ന് പറഞ്ഞാൽ സൈപ്രസ് എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. ഞാൻ അവിടെ ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺട്രീനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അത് സബ് ചെയ്തിട്ടേക്ക് എൻ്റെ ചാനൽ. ഞാൻ ഇങ്ങനെ ഇൻഫോർമേറ്റീവായിട്ട് ഞാൻ പല വീഡിയോസും ചെയ്യുന്നതായിരിക്കും. പുറമേ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം.
So I'll see you in the next video, okay? Till then, bye bye.